ഞാൻ ഏകദേശം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമാവാനായിട്ടുണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇപ്പോഴും അതേ ഒരു കണക്ഷന് അതിനേക്കാൾ കൂടുതൽ കണക്ഷനായി വരുന്നുണ്ട് ഇപ്പോൾ CDN. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലായാലും അത് പിന്നെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായാലും വളരെ കുറെ പല പല സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശ സാറിനെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി മറ്റൊരു കമ്പനിയിൽ ജോബ് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അടുത്ത് അജ്മലും ആഷിഖും ഇങ്ങനെ ഒരു സോഷ്യൽ ബ്ലൂംസ് ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നതിന് പകരം സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്തുവിടാന്നുള്ളത്. ജനുവരി 26 ഞാൻ ഒമാനിൽ വരുന്നത്. ഫെബ്രുവരി 1 നമ്മളെ പാർട്ണറിന്റെ അഡ്വർടൈസിങ് കമ്പനിയായ ഫോമോഗ്രാഫികളുടെ ഒരു ചെറിയ ടാബിൽ നമ്മൾ സോഷ്യൽ ബ്ലൂംസ് എന്നുള്ള ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു ഏകദേശം 1 മാസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോവർക്കിംഗ് സ്പേസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചലഞ്ചിലൊക്കെ നമുക്ക് സപ്പോർട്ടായി നിന്നിട്ടുള്ള നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ CDN ഉദയ് സാറ്, അതുപോലെ തന്നെ ബാക്കി നമ്മളുടെ കൂടെ പഠിച്ചിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഈ ഒരു പല മേഖലയിലും പല കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ നമ്മൾ തന്നെ ആയിരിക്കും നമ്മളെ കമ്പനിയുടെ HR, BDM നമ്മളായിരിക്കും, മാർക്കറ്റിങ്ങും നമ്മൾ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ സെയിൽസും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൾട്ടി ടാസ്കിങ് നമ്മൾ ബിസിനസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വർക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ഫീൽഡിൽ വരുന്ന ട്രെൻഡുകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയത്. ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൾട്ടി ടാലന്റ് അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത പുതിയ പുതിയ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും, ഗൂഗിൾ ആഡ് ചെയ്യേണ്ടി വരും, SEO, വെബ് ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ്സിനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഹയർ ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ മുന്നേ ഒരുപാട് ആളുകളെ ഞങ്ങൾ ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് 3 മന്ത് കഴിഞ്ഞാൽ 3 മന്തിന് ശേഷം അവർ പോയിരുന്നു പുതിയ വേറെ കമ്പനികളിലൊക്കെ പോയിട്ട്. പക്ഷെ ഞങ്ങൾ CDN ഇന്റേൺഷിപ്പ് കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫുകൾ ഞങ്ങൾ 3 മന്ത് ആയിരുന്നു അവർക്ക് ഇന്റേൺഷിപ്പ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ അവരെ ഞങ്ങളെ പെർമനന്റ് ആക്കിയിട്ട് ഞങ്ങളുടെ ടീമിലോട്ട് എടുത്തിട്ട് ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കോഡ് ക്യൂബ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു. CDN ഉദയ് സാറും നമ്മളെ കൂടുതൽ വളരെയധികം ഈ ജേണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലായാലും അത് പിന്നെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായാലും കുറെ പല പല സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദയ് സാറിനെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും എന്ത് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കണക്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്, മെയിൻലി ഉദയ് സാറിനെ. സാർ എല്ലാ ഡൗട്ടുകളും നമുക്ക് ഓൺ ടൈം ആയിട്ട് ക്ലിയർ ചെയ്ത് തരലുണ്ട്. ഞാൻ ഏകദേശം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമാവാനായിട്ടുണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇപ്പോഴും അതേ ഒരു കണക്ഷന് അതിനേക്കാൾ കൂടുതൽ കണക്ഷനായി വരുന്നുണ്ട് ഇപ്പോൾ CDN. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ചു കാലമായിട്ട് CDN ഡെയിലി എല്ലാ വീക്കിലും വെബിനാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ ട്രെൻഡുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും സാധിക്കും.